യഅതി അലൻ നാസി സമാനുൻ ലാ യസ്ലമു ലിദീ ദീനിൻ ദീനുഹു ഇല്ലാ മൻ ഫറ ബിദീനിഹി മിൻ ഷാഹിഖിൻ ഇലാ ഷാഹിഖ്. ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അവന്റെ ദീൻ രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥ വരും. ഇല്ലാ മൻ ഫറ ബിദീനിഹി മിൻ ഷാഹിഖിൻ ഇലാ ഷാഹിഖ്. ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക്, ഒരു താഴ്വരയിൽ നിന്ന് മറ്റൊരു താഴ്വരയിലേക്ക് ഇങ്ങനെ മാറി മാറി നടന്നാലല്ലാതെ ദീന് രക്ഷപ്പെടാതെ വരുന്ന കാലങ്ങൾ വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ മലകൾ എന്ന് പറഞ്ഞത് അന്നത്തെ കാലം ഉപയോഗിച്ചുകൊണ്ടാണ്. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു. മഹാനാ വഹബ് ബിൻ വറദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ മലകൾ എന്ന് പറഞ്ഞത് അന്ന് അതേ ഉള്ളൂ. ഇന്നൊരു മനുഷ്യന് എവിടെ ഹൈഡ് ചെയ്യാൻ പറ്റും? നീ അവിടെ നിന്ന് ഒറ്റക്ക് നിന്നോ, ആരോട് അറിയിക്കണ്ട, അവിടെ നിന്നോളൂ. ഹബീബായ തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇദാ കാന ദാലിക ലം തനലിൽ മഈശ ഇല്ലാ ബിമഅസിയത്തില്ലാഹ്. തെറ്റ് ചെയ്താലല്ലാതെ ഒരു മനുഷ്യന് പൈസ കിട്ടാത്ത കാലം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തെറ്റിലൂടെയല്ലാതെ പൈസ കിട്ടൂല. ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ തെറ്റ് ചെയ്യേണ്ടി വരും, ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ തെറ്റ് ചെയ്യേണ്ടി വരും, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ പല നുണയും പറഞ്ഞിട്ട് കാശുണ്ടാക്കേണ്ടി വരും. ഇങ്ങനത്തെ ഒരു കാലം വരും. അത് ഫിത്നയുടെ കാലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ കാന ദാലിക ഹല്ലത്തിൽ ഉസ്ബ. ആ കാലഘട്ടമായാൽ ഹല്ലത്തിൽ ഉസ്ബതു, നിങ്ങൾക്ക് വിവാഹിതരാവാതെ ഒറ്റയ്ക്ക് ജീവിക്കൽ ജായിസാകും. അത് പറഞ്ഞപ്പോ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ തഹില്ലുൽ ഉസ്ബ വഅൻത തഅമുറുനാ ബിത്തസ്വീജ്. അങ്ങല്ലേ നബിയെ ഞങ്ങളോട് കല്യാണം കഴിക്കാൻ പറയുന്നത്, പിന്നെ എങ്ങനെയാ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നത്? അതിന്റെ മറുപടി നബി തങ്ങൾ തന്നെ പറയട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ കാന ദാലിക കാന ഫസാദുർ റജുലി അലാ യദൈ അബവൈഹി. നമ്മൾ ഈ ആശയം നമ്മൾ മുമ്പെന്നോ ക്ലാസ് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇതാണ് ഹദീസ്. പ്രവാസികളെ പറ്റി പറയാമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ പറ്റിയൊക്കെ തന്നെ ആയിരിക്കണം ഇതൊക്കെ. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. ആ ഹദീസിന്റെ എപ്പോഴാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കലാ നല്ലത് എന്ന് പറയുന്നൊരു കാലം. നമ്മൾ അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല എന്ന് വിചാരിക്കാം. എന്താണ് ഹദീസ്? ഇദാ കാന ദാലിക കാന ഫസാദുർ റജുലി അലാ യദൈ അബവൈഹി. ആ കാലമായാൽ ഒരു മനുഷ്യന്റെ നാശം സംഭവിക്കുന്നത് സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും കയ്യാലെ. ഉമ്മയും വാപ്പയും ഇവനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കും. ഫഇല്ലം യകുൽ ലഹു അബവാനി കാന ഹലാകുഹു അലാ യദൈ സൗജതി. ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പില്ല, പിന്നെ ഇവനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് സ്വന്തം ഭാര്യയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വെണ്ണട്ടായിരിക്കാൻ നല്ലത് എന്നാണ് നബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ല. ഫഇല്ലം തകുൽ ലഹു സൗജ കാന ഹലാകുഹു അലാ യദൈ വലദിഹി. ഭാര്യ ജീവിച്ചിരിപ്പില്ല, മക്കളുണ്ട്. ആ മക്കളാൽ ഈ മനുഷ്യന്റെ ദീൻ നഷ്ടപ്പെടുന്ന കാലം വരും. ഫഇല്ലം യകുൽ ലഹു വലദുൻ. മക്കളില്ലാതെ വന്നാൽ കാന ഹലാകുഹു അലാ യദൈൽ ഖറാബാതി വൽ ജീറാൻ. അയൽവാസികളും ബന്ധുക്കളും കാരണം ഈ മനുഷ്യന്റെ ദീൻ നഷ്ടപ്പെടുന്ന കാലം വരും. അവർ ചോദിച്ചു, വകൈഫ ദാലിക യാ റസൂലല്ലാഹ്, എങ്ങനെയായിരിക്കും നബിയെ അത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് നബി ഇതൊക്കെ? സ്വന്തം ഉമ്മി വാപ്പി ഒരാളുടെ ദീൻ നഷ്ടപ്പെടുത്തേ, ഭാര്യ നഷ്ടപ്പെടുത്തേ, മക്കളെ നഷ്ടപ്പെടുത്തേ, പിന്നെ പറഞ്ഞു ആരൊക്കെ? ബന്ധുക്കളും അയൽവാസികളും. അതെങ്ങനെയാണ് നബിയെ? ഇനി കേൾക്കുന്ന ഭാഗം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. യുഅയ്യിറൂനഹു ബിളീഖിൽ മഈശ. ഇവനെ ആളുകൾ കളിയാക്കും. ബിളീഖിൽ മഈശതി, പൈസ കയ്യിലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന കാലം വരും. ദീഖിൽ മഈശ, നിനക്ക് വീടൊന്നുമില്ലല്ലോ, നിനക്ക് സൗകര്യങ്ങളൊന്നുമില്ലല്ലോ, നീ എന്തേ ഇപ്പൊ സമ്പാദിച്ചത് എന്ന്, പൈസ കയ്യിലില്ലല്ലോ എന്ന് മനുഷ്യന്മാർ കളിയാക്കുന്ന കാലം വരും. അത് മാത്രമല്ല വിഷയം, വയുകല്ലിഫൂനഹു മാ ലാ യുതീഖ്. അവനെ കൊണ്ട് സാധിക്കാത്തത് ഈ ആളുകളൊക്കെ അവനോട് ആവശ്യപ്പെടുന്ന കാലം വരും. ഒരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, വളരെ വിഷമത്തിലാണ്, കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട്, വീട്ടാനുള്ള ശമ്പളമൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടുകാർ ചോദിക്കുന്ന സംഖ്യക്ക് വലിയ വലിയ സംഖ്യയാണ്. 1 ലക്ഷം 2 ലക്ഷമൊക്കെ ഒരു മാസത്തെ ചെലവിന് ചോദിക്കുന്നത്. അത് കൊടുക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല. എന്തു ചെയ്യുന്നു? ഇതാണ് അവസ്ഥ. യുഅയ്യിറൂനഹു ബിളീഖിൽ മഈശ. മഈശത്ത് വളരെ സങ്കുചിതമാണല്ലോ എന്ന് അവർ ഈ മനുഷ്യനെ കളിയാക്കും. ആര്? ഉമ്മയും വാപ്പയും മകനെ പറ്റി പറയും. എന്തോടോ
10-15 കൊല്ലായിലെ പോകാൻ തുടങ്ങിയിട്ട് ദുബൈ എന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ നിനക്ക് ഉണ്ടായത്? ഉമ്മയും വാപ്പയും ചോദിക്കും. അങ്ങനത്തെ വാപ്പാരന്മാരൊക്കെ ഉണ്ടാവും, നല്ല നാവുള്ളമാരൊക്കെ ഉണ്ട്. എന്താണ് ആ ഡയലോഗ്? ഓലെ വിചാരം ഇവിടെ പൈസ എന്ത് ചെയ്യാണ്, മാന്തി എടുക്കാന്ന വിചാരം. സുബ്ഹാനല്ലാഹ്. അവിടെ അയച്ചൂടുന്ന്, മാസം 1 സുബ്ഹാനല്ലാഹ്. ഈ സാധുവിന് ഇവിടെ എത്ര കടണ്ട്, ബാധ്യത ഉണ്ട് ഒന്നും ചോദിക്കൂല. അപ്പൊ ഉമ്മ കുട്ടികളും മക്കളൊക്കെ അല്ലേ, ഓലൊക്കെ ചെലവ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഓലെ കൊണ്ടോണ്ട ആവശ്യമുണ്ടോ? അങ്ങോട്ട് വന്നാ പോരെ, നിർത്തിയാ പോരെ. പൊന്നാരമ്മ ജീവിതമല്ലേ വലുത് എന്നും ചോദിക്കാൻ അമ്മമാരോട് പറ്റൂലല്ലോ. ഉമ്മാരി ഇങ്ങനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ മനുഷ്യനോട് പറയും. ഉമ്മയും വാപ്പയും പറയും, തങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലെങ്കിൽ വാപ്പ പറയും, ഭാര്യ. ഉമ്മയും വാപ്പയും പറയുന്നില്ലെങ്കിൽ ഭാര്യ പറയും ഈ വിഷയം. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോരി. നമ്മൾ അയൽവക്കത്തെ മറ്റേ ചെറുക്കം കണ്ടില്ലേ, 2 കൊല്ലം കൊണ്ടാണ് ആ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയത്. വടകരയിൽ ആ ബിൽഡിംഗ് ഇപ്പൊ കച്ചവടാക്കി. ഈ മറ്റേത്തെ ഒരു 5 ഏക്കർ സ്ഥലം നാളെ കച്ചവടം ഉറപ്പിക്കാൻ പോവാ. നിങ്ങൾ എന്തെപ്പം ഉണ്ടാക്കി, 20 കൊല്ലം ഉണ്ടാക്കി, നമ്മുടെ ജീവിതം അങ്ങ് പോയി കിട്ടി, നിങ്ങൾ പോരാ നല്ലത്. ആര് പറയും? ഭാര്യ പറയും. അതുമല്ലെങ്കിൽ മക്കളെ പറയും, പൊന്നാര വാപ്പ നിങ്ങൾ പോരല്ലേ നല്ലത്. ഓരോരോ വാപ്പാരെ കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് സാംസങ് ഫോൺ, ഐഫോൺ, അത് ഇത്. നിങ്ങൾ ഇതുവരെ എന്താ കൊണ്ടുവന്നത്? എപ്പോഴും ലക്സ് സോപ്പ് കൊണ്ടുവരും. പൊന്നാര വാപ്പ നിർത്തിക്കളി, അതൊക്കെ ഇവിടെ കിട്ടണ സാധനമാണ് ഇപ്പോ. വാപ്പനോട് പോരാൻ പറയും. ആര്? മക്കള് പറയും വാപ്പയോട്. ചില മക്കള് വാപ്പാന്റെ പെട്ടിങ്ങ തുറക്കുമ്പോൾ, പൊന്നാര വാപ്പ നിങ്ങൾ ഗൾഫിൽ നിന്ന് തന്നെ വരുന്നത്? ഇതൊക്കെ മക്കള് ചോദിക്കുന്ന കാലം വരുന്ന. അതല്ലെങ്കിൽ പിന്നെ ആരെ ചോദിക്കാന്നറിയോ? അൽ ഖറാബാത്തു വൽ ജീറാൻ, ബന്ധുക്കളും അയൽവാസികളും. ഗൾഫിൽ നിന്നൊക്കെ എത്തിയ ആ ഒരു ചൂടിലുണ്ട് കുറച്ച് വിസിറ്റേർ വരാന്. ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും എന്തൊക്കെയോ വെറുത്താണ് പോവും. ഇവനെടുത്തൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വന്നത്, ഒരു സാധനം എന്റെ കയ്യിലില്ല, ഇവനൊക്കെ എവിടുന്നാ വരുന്നത് എന്ന് പറയും. ആളുകൾ കളിയാക്കും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ. അതൊന്നും അത് നമുക്ക് സഹിച്ചാൽ മതിയായിരുന്നു, അത് നമുക്ക് അങ്ങ് സഹിച്ചാൽ മതിയായിരുന്നു. പക്ഷെ എന്താ നബി ഞങ്ങൾ പറയണ നോക്കൂ, അവനെ സാധിക്കാത്ത വിഷയങ്ങൾ അവർ ചോദിക്കും. പെങ്ങൾ വിളിച്ചു പറയാം, മോളെ കല്യാണം നടക്കുന്നുണ്ട്, പിന്നെ 2 ലക്ഷം ആണ് കേട്ടോ, 4 പവൻ കാക്കാന്റെ വകയാണ്, ഇനി ഒന്നും ഇങ്ങോട്ട് മറിച്ചു പറയണ്ട. പിന്നെ ഇപ്പൊ എന്താ പറയാൻ പറ്റുക? ഒന്നും ഇങ്ങോട്ട് പറയണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടാ. പൊന്നാര കുട്ടി എനിക്ക് ഇത്ര കടണ്ട്, ആ വിഷയം ഒന്നും പറയണ്ട, 4 പവൻ. പിന്നെ മറ്റേ കാക്ക 3 പവൻ തരാന്ന് പറയണ്ടപ്പോ എന്തായാലും ഈ മൂത്ത കാക്കല്ലേ, 1 പവൻ വേറെ എന്തായാലും തരണ്ടേ, അവിടെ 4 ഞാൻ ഉറപ്പിച്ചതാണ്. അതൊക്കെ പെങ്ങളാണ് തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ അളിയന്റെ വിഷയം വന്നു, അളിയന്റെ കുട്ടികളെ കെട്ടിക്കണത് അളിയൻ നോക്കേണ്ട കാര്യമാണ്. അപ്പൊ വിളിക്കും, പിന്നെ നമുക്ക് അറിയാലോ അളിയന്റെ കയ്യിലൊന്നുമില്ല, നമ്മ വിളിച്ചു പറയാ, ആ കുട്ടിന്റെ കല്യാണം ഈ നടത്തി കൊടുക്കണം. ആരോടായി പറയണത്? 10-20 കൊല്ലം ജോലി ചെയ്തിട്ട് 5 സെന്റ് വാങ്ങാൻ ഇയാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആളുകളോടായി ചോദിക്കുന്നത്. കടം വാങ്ങി കൊടുക്കുകയാണ്. എന്നിട്ട് എന്തു ചെയ്യുന്നു? യൂരിദു നഫ്സഹു അൽ മവാരിദ അല്ലതി യഹ്ലകു ഫീഹാ. ഒരു മനുഷ്യൻ നശിച്ചു പോകുന്ന ദീനിന് നാശം സംഭവിക്കുന്ന വിഷയങ്ങളിലേക്ക് ഇവൻ പിന്നെ എത്തിപ്പെടും. പിന്നെ എവിടുന്നാ പൈസ ഉണ്ടാക്കുക? എന്നാ പിന്നെ വട്ടിക്ക് വാങ്ങാം, വേറെ നിർവാഹമല്ലല്ലോ, കല്യാണം നടക്കണ്ടേ. പലിശക്ക് പൈസ വാങ്ങിച്ചു, ഫസാദാണോ അല്ലയോ? ആണ്. അവൻ പറയാം, ഞാനിപ്പോ ഈ കഫ്തീരിയയിൽ ജോലി ചെയ്തിട്ടൊന്നും എനിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല, 10-20 കൊല്ലം കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഇത്രേ ഉണ്ടാവുള്ളൂ, എന്നാ പിന്നെ ഒരു കള്ളക്കടത്തിലേക്ക് നീങ്ങാം, അല്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് നീങ്ങാം, ഈ ബിസിനസ്സിലേക്ക് നീങ്ങാം. പച്ച ഹറാമുകൾ, നല്ല പൈസ കിട്ടുന്നുണ്ട്. എന്തേ ഇവൻ പോകാൻ കാരണം? സ്വന്തം നാട്ടുകാരും വാപ്പയും കുട്ടികളും ഇവനെ നിർബന്ധിപ്പിച്ചതാണ്. സാധിക്കാത്തത് ചോദിച്ചപ്പോ ഉണ്ടാക്കി കൊടുക്കണല്ലോ എന്ന് വിചാരിച്ച് ഹറാമിലേക്ക് പോകുന്ന കാലം വരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പറ്റി തന്നെയല്ലേ ഈ പറയണതെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. നെല്ലെ അവസ്ഥകൾ നാട്ടിലുള്ളവർ മനസ്സിലാക്കുന്നുണ്ടോ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്? അതുകൊണ്ട് കരുതലോടിരിക്കുക. കാരണം ഇങ്ങനെയാണ്, എന്ത് ചെയ്താലും പൈസ അയക്കണം എന്നാ പറയാം. അവിടെ എന്ത് നടന്നാലും കുഴപ്പമില്ല, അടുത്ത മാസം പിന്നെയും ചോദിക്കും. അപ്പൊ കഴിഞ്ഞ മാസം എന്താ അയച്ചതിന്റെ പൈസ വീട്ട നേരായിട്ടില്ലല്ലോ, അതൊക്കെ വീട്ടിക്കോളൂ, ഈ അടുത്ത അയക്ക്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുന്ന കാലം. ആര്? ഉമ്മയും വാപ്പയും. അങ്ങനത്തെ ഉമ്മയും വാപ്പാലും നമ്മൾ പെടാതിരിക്കുക, അതിന് തോരുന്നോളി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ മക്കളുടെ ദീൻ നമ്മളെ കൊണ്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉമ്മയും വാപ്പയാണ്? നമ്മുടെ ഭാര്യമാര് ചോദിക്കുകയാണ്, കണ്ടില്ലേ അവൾക്കത് ഇന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് നിങ്ങളുടെ വക വാങ്ങി തന്നിട്ടുണ്ടോ? പൊന്നാര കുട്ടി, നിനക്ക് എന്റെ വാപ്പന്നെ തന്നില്ലേ മതിയാവോളം? അതൊന്നും പറഞ്ഞാൽ പോരെ, നിങ്ങളെ വക എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പെണ്ണ്. അപ്പൊ ഇവനൊന്നും ചെയ്യാനില്ല, ഗൾഫിൽ നിന്ന് പോവാണ്. പടച്ചോനെ ഒരു 5 പവനെങ്കിലും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചവൻ പച്ചക്ക് പലിശക്ക് പൈസ വാങ്ങിയിട്ട് പോവുകയാണ്.
ഇങ്ങനെ മനുഷ്യൻ ഹറാമുകൾ എടുത്ത് പലിശയെടുത്ത് ജീവിതവും ദീനും നശിപ്പിക്കുന്ന കാലം വരുന്നത് ഫിത്നയുടെ കാലമാണ്, സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. എപ്പോഴെന്നറിയോ? യഅതി അലന്നാസി സമാനുൻ. ആ ഹദീസിന്റെ തുടക്കം അതാ. ഒരു കാലം വരാൻ പോകുന്നുണ്ട്, ഇപ്പോഴതൊന്നും നടന്നിട്ടില്ല, ഇനി വരാൻ പോകുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ദീൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ തുടങ്ങാൻ ഒരു 7 മിനിറ്റ് വൈകിയിരുന്നു. ആ 7 അതിലേക്ക് 3 എക്സ്ട്രാ ആയിട്ട് ഞാനൊരു 12 മിനിറ്റ് പേരെടുത്തിട്ടുണ്ട്. നമ്മുടെ 10 മണിക്ക് നിർത്തേണ്ടതാണ്. ഏതായിരുന്നാലും അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമാവാൻ, നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ വർദ്ധിക്കാൻ അള്ളാഹു നിമിത്തമാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഹലാൽ കൊണ്ട് അല്ലാഹു പരിഹാരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.